السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين، وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحابته كلهم أجمعين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പാലിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കെപ്പോഴും ആശ്വാസമേകുന്ന, ആവേശമേകുന്ന, സമാധാനമേകുന്ന ചരിത്രങ്ങളാണ് സഹാബിമാരുടെ ചരിത്രം. സഹാബിമാരുടെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും വലിയ മാതൃകകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായി തിരഞ്ഞെടുത്തത് സഹാബിമാരെ ആകാനുള്ള കാരണം അവരുടെ ഹൃദയങ്ങൾ അത്രമാത്രം ശുദ്ധമായിരുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കാണാം, ഇന്നല്ലാഹ നദറ ഫീ ഖുലൂബിൽ ഇബാദ് ഫവജദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറ ഖുലൂബിൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്കൊന്ന് എത്തി നോക്കി, എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്കും ഒന്ന് എത്തി നോക്കി. ഏറ്റവും ഉത്തമമായ ഹൃദയം കണ്ടെത്തിയത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയമാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ റിസാലത്തുമായി നിയോഗിച്ചു. ശേഷം ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരായ ഹൃദയത്തിനുടമകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കി. അപ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ അനുചരന്മാരുടെ ഹൃദയമാണ് അത്രയും ശുദ്ധമായി കണ്ടത്. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരാകാൻ അല്ലാഹു അവരെ നിശ്ചയിക്കുകയും ചെയ്തു. ഈ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, ഈ ദീനിൻ്റെ പ്രബോധനത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച ആളുകളാണ് സഹാബിമാർ. നമുക്കൊക്കെ പലപ്പോഴും സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നതിലപ്പുറമാണ് അവരോരോരുത്തരും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗങ്ങൾ. പ്രവാചകൻ്റെ പ്രബോധനത്തിന് ആദ്യം ഉത്തരം നൽകിയിരുന്നത് വളരെ ദുർബലരായിട്ടുള്ള ആളുകളാണ്. പാവപ്പെട്ട ആളുകൾ, അധിക ഭൗതിക സൗകര്യങ്ങളില്ലാത്ത ആളുകൾ, അത്തരത്തിൽ ദുർബലരായിട്ടുള്ള ആളുകളാണ് ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. മദീനയിൽ നിന്നും ഹജ്ജിനായി എത്തിയ ആളുകളുമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഖബ ഉടമ്പടിയിൽ അവരോട് നിശ്ചയിക്കുന്ന ഒരു കാര്യമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി കാണാം. അദ്ദേഹം പറയുകയാണ്, ഇസ്തരിത് ലിറബ്ബിക വലിനഫ്സിക മാ ശിഅ്ത്. പ്രവാചകരെ അങ്ങ് ഉദ്ദേശിക്കുന്നത് അങ്ങ് നിബന്ധന വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിബന്ധന വെക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല, എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും നിങ്ങൾ ശിർക്ക് ചെയ്യാൻ പാടില്ല,
രണ്ടാമത് അവരോട് പറയുകയാണ്, നിങ്ങൾ സ്വദേഹങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ സംരക്ഷിക്കണമെന്ന്. സഹാബിമാർ ചോദിച്ചു, ഞങ്ങൾ അപ്രകാരം ചെയ്യുകയാണെങ്കിൽ നമുക്കെന്താണ് നേട്ടം? ഞങ്ങൾ അപ്രകാരം ഈ കരാറ് പാലിക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ലാഭമെന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, അൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ടാകും. നിങ്ങൾക്ക് സ്വർഗമുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറയുകയാണ്. റബിഹൽ ബൈഅ, എങ്കിൽ അതൊരു വലിയ ലാഭകരമായ കച്ചവടമാണല്ലോ. ഇതിന് പകരം അള്ളാഹുവിലൊന്നും പങ്കു ചേർക്കാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുകയാണെങ്കിൽ സ്വർഗമുണ്ടാകും, അത് വലിയ ലാഭകരമായ കച്ചവടമാണല്ലോ എന്ന്. അപ്പോൾ അവതരിക്കുന്ന ഒരു വചനം, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന യുഖാതിലൂന ഫീ സബീലില്ലാഹി ഫയഖ്തുലൂന വയുഖ്തലൂൻ വഅദൻ അലൈഹി ഹഖ്ഖൻ ഫിത്തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ വമൻ ഔഫാ ബിഅഹ്ദിഹി മിനല്ലാഹ് ഫസ്തബ്ശിറൂ ബിബൈഇകുമുൽ ലദീ ബായഅതും ബിഹി വദാലിക ഹുവൽ ഫൗസുൽ അദീം. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് സ്വർഗം പകരമായി നൽകാമെന്ന വാഗ്ദാനത്തോടുകൂടി അവരിൽ നിന്നും അവരുടെ സമ്പത്തും സ്വദേഹങ്ങളും അല്ലാഹു വിലക്ക് വാങ്ങിയിട്ടുണ്ട്. അവരല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ്. അല്ലാഹുവിൻ്റെ വാഗ്ദാനം അവരിൽ പുലരുകയാണെന്ന്. അത്തരത്തിൽ അല്ലാഹുവുമായി ഏറ്റെടുത്ത കരാറിൽ അങ്ങേയറ്റം സത്യസന്ധത പുലർത്തിയ ഒരു വ്യക്തിയാണ് മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലൂടെ വളരെ ചുരുങ്ങിയ രൂപത്തിലൊന്ന് കടന്നു പോകാനും അതിൽ നിന്നും നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ട ഏതാനും ചില ഗുണപാഠങ്ങൾ പങ്കുവെക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു അതീവ സമ്പന്നനായിരുന്നു. മക്കയിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഒരു ദിവസം തന്നെ പലതവണ വസ്ത്രങ്ങൾ മാറ്റുമായിരുന്നു. അദ്ദേഹം ആഭരണങ്ങൾ അണിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വസ്ത്രവും അദ്ദേഹത്തിൻ്റെ ചെരുപ്പുകളുമൊക്കെ തയ്ക്കാൻ പ്രത്യേക തയ്യൽക്കാരൻ പോലും ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സമ്പത്തുള്ളൊരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. മക്ക നിവാസികളുടെ എല്ലാവരുടെയും സമ്പത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതിയോളം സമ്പത്ത് മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനുണ്ടായിരുന്നു. ദുനിയാവ് അല്ലാഹു വേണ്ട പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രമാത്രം അർമ്മതിച്ച് ജീവിക്കാൻ മാത്രം ദുനിയാവ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ ഏക മകനായിരുന്നു മുസ്അബ്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ ലാളനയും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത, അദ്ദേഹം അതീവ ബുദ്ധിശാലിയായിരുന്നു. അങ്ങേയറ്റത്തെ ബുദ്ധിശാലി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തൊരു കാര്യത്തെക്കുറിച്ചും നല്ലവണ്ണം അന്വേഷിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ആരംഭിച്ച സമയമാണ്. അപ്പോൾ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു ഈ വിവരം അറിയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയൊരു ആശയവുമായി വന്നിട്ടുണ്ട് എന്നും അത്തരത്തിലുള്ള ചെറിയ രൂപത്തിലുള്ള രഹസ്യ പ്രബോധനങ്ങൾ നടക്കുന്ന വിവരവും അദ്ദേഹം അറിയുകയുണ്ടായി. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പുറപ്പെടുകയാണ്. അങ്ങനെ ദാറുൽ അർഖമിൽ വെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
സഹാബിമാർക്ക് ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുന്നതും ദീനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും അദ്ദേഹം കാണുകയാണ്. ദാറുൽ അർഖമിലേക്ക് മുസ്അബ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ സഹാബിമാർ അത്ഭുതപ്പെട്ടു. കാരണം അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ദരിദ്രരാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹു ആണെങ്കിൽ മക്കയുടെ പരിമളമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സമ്പന്നതയിൽ ജീവിച്ച് വളർന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇത്തരത്തിലൊരു സദസ്സിൽ വന്നത് കണ്ട് സഹാബിമാരെല്ലാവരും അന്താളിച്ചു പോയി. അവർക്കെല്ലാവർക്കും വലിയ അത്ഭുതമായി. കാരണം ഇത്ര സമ്പത്തുള്ളൊരു വ്യക്തി ഇത്തരത്തിലൊരു സദസ്സിൽ വരാൻ എന്താണ് കാരണമെന്ന് അവരോരോരുത്തരും ആലോചിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ട് ഒന്നും നിർത്തിയിട്ടൊന്നുമില്ല. സഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. മുസ്അബ് റളിയല്ലാഹു അൻഹു അല്പനേരം കേട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ആദ്യമായി ഇസ്ലാമിൻ്റെ വെളിച്ചം കടന്നു ചെല്ലുകയാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ അപ്പോൾ തന്നെ തയ്യാറാവുകയാണ്. ആ സത്യം മനസ്സിലായ ഉടനെ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാവുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ധൈര്യനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇസ്ലാം സ്വീകരിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം ആകെ ഭയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ മാതാവിനെയാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മ അങ്ങേയറ്റത്തെ പരിലാളനയോടുകൂടിയാണ് അദ്ദേഹത്തെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ ഉമ്മക്കിത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മറ്റാരെയും അദ്ദേഹത്തിന് ബേജാറില്ലായിരുന്നു. മറ്റാരെന്ത് വിചാരിക്കുമെന്നോ മറ്റാരെന്ത് കരുതുമെന്നോ അതൊന്നും അദ്ദേഹത്തെ ഭയപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ സ്വന്തം മാതാവ് അദ്ദേഹത്തിനെതിരെ തിരിയുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. അദ്ദേഹം രഹസ്യമായി ഇസ്ലാം സ്വീകരിച്ച വിഷയം രഹസ്യമാക്കി വെക്കാൻ തീരുമാനിച്ചു. രഹസ്യമായി നമസ്കരിക്കാനും മറ്റുമൊക്കെ അദ്ദേഹം തുടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഹുനാസ അവർക്കിതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അങ്ങനെ പലപ്പോഴായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മുസ്അബ് റളിയല്ലാഹു അൻഹു പോകുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ അർഖമിൻ്റെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചു പോകുന്നത് ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്നൊരു വ്യക്തി കാണുകയുണ്ടായി. അദ്ദേഹം ഹുനാസയുടെ വിവരം പറയുകയാണ്. നിൻ്റെ മകൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരാറുണ്ട് എന്ന് പറഞ്ഞു. ഹുനാസക്കൊരിക്കലും അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. എൻ്റെ മകൻ, ഞാൻ ഇത്രയും ഏറെ പോറ്റി വളർത്തിയ എൻ്റെ മകൻ എന്നോട് പറയാതെ അപ്രകാരം ചെയ്യുകയില്ല. ഉമ്മയുമായിട്ട് അത്രയും നല്ല ബന്ധമായിരുന്നു. അപ്പോൾ ഉമ്മയിൽ നിന്ന് ഈ ഒരു കാര്യം മറച്ചു വെക്കുന്നത് ഒരിക്കലും ഉമ്മക്ക് സങ്കല്പിക്കാൻ പോലും സാധിച്ചില്ല. ഉസ്മാൻ ഇബ്നു ത്വൽഹ പറഞ്ഞു, ഞാൻ കണ്ടതാണ്. ദാറുൽ അർഖമിലേക്ക് മുസ്അബ് ഇബ്നു ഉമൈർ പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. മുസ്അബ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ തൻ്റെ ഉമ്മ ചോദിക്കുകയാണ്, നീ ഇസ്ലാം സ്വീകരിച്ച വിവരമൊക്കെ കേൾക്കുന്നുണ്ട്, അത് ശരിയാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം അതെ, ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം തൻ്റെ ഉമ്മയോട് പറയുകയാണ്. തൻ്റെ ഉമ്മക്ക് ഇതൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാതെ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ തടവിൽ നിർത്തുകയാണ്. ഒരു പാറാവുകാരനെ നിർത്തി വീട്ടിൽ തടവിൽ നിർത്തുകയാണ് അതീവ സമ്പന്നനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ. അദ്ദേഹം വീട്ടിൽ തടവിൽ നിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്പം ചില സഹാബിമാരും അബിസീനിയയിലേക്ക് ഹിജ്റ പോകുന്ന വിവരം മുസ്അബ് റളിയല്ലാഹു അൻഹു അറിയുന്നത്. മുസ്അബ് റളിയല്ലാഹു അൻഹു പാറാവുകാരൻ്റെ കണ്ണ് വെട്ടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എല്ലാ സമ്പത്തും ഉണ്ടായിട്ട് എല്ലാം ഉപേക്ഷിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോവുകയാണ്. പോകുന്ന വഴി
മക്കയിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, പലരും ഇസ്ലാം ആശ്ലേഷിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കേൾക്കുകയും ഉണ്ടായി. അദ്ദേഹം തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോഴാണ് അതൊരു യഥാർത്ഥ വാർത്തയല്ലായിരുന്നു എന്നറിയുന്നത്. വീണ്ടും ഉമ്മയുടെ മുമ്പിൽ പെട്ടു. ഉമ്മയുടെ അടുക്കൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയിരുന്നു. ഉമ്മ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ഒരുപാട് ശകാരിച്ചു. നീ എന്നെ കാണുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനാണല്ലോ പോയത്. അങ്ങനെ തുടങ്ങിയുള്ള സംസാരങ്ങൾ. വീണ്ടും മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ ഉമ്മ ഭയപ്പെടുത്തുകയാണ്. ഇനി നീ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ നിനക്ക് നിൻ്റെ സമ്പത്തിൽ നിന്നും ഒന്നും തന്നെ ലഭിക്കുകയില്ല. അങ്ങേയറ്റത്തെ സമ്പത്തിൽ വളർന്ന ആളാണ്, ഒരുപാട് സുഖസൗകര്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ്. നിനക്ക് ദുനിയാവിൽ നിന്ന് നിൻ്റെ സമ്പത്തിൽ ഒന്നും തന്നെ ലഭിക്കുകയില്ല എന്ന് മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ഭയപ്പെടുത്തി. പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടത് അത് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയിരുന്നില്ല. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ യാതൊരു വിഷമവും ഉണ്ടായിട്ടില്ല. അദ്ദേഹം തൻ്റെ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. ഉമ്മയെ തൗഹീദ് പറഞ്ഞു കൊടുക്കുകയാണ്. നാളെ പരലോകമുണ്ട്, ആ പരലോകം യാഥാർത്ഥ്യമാണ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്നും ഉമ്മ ഇസ്ലാം സ്വീകരിക്കണമെന്നും ഉമ്മയോട് പറയുകയാണ്. അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തെ വീണ്ടും ചങ്ങലയിലിടാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്തവണ ഞാൻ ക്ഷമിക്കുകയില്ല, എന്നെ ആര് നിയന്ത്രിക്കാൻ വന്നാലും ഏത് പാറാവുകാരനാണെങ്കിലും ഞാൻ അവനെ നേരിടുമെന്ന് പറഞ്ഞു. അങ്ങനെ മുസ്അബ് റളിയല്ലാഹു അൻഹു സമ്പത്തിൻ്റെ കൊട്ടാരത്തിൽ നിന്നും എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും അദ്ദേഹം വീട് വിട്ടിറങ്ങുകയാണ്. എല്ലാം ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം ഉപേക്ഷിക്കുകയാണ്. അത്രമാത്രം സമ്പത്തുണ്ടായിരുന്ന അദ്ദേഹം ഇസ്ലാം എന്നൊരു ലക്ഷ്യത്തിന് വേണ്ടി, പരലോകമോചനത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണ്. നമ്മളൊക്കെ പലപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് നഷ്ടമാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മാറ്റി നിർത്തുക നമ്മുടെ ദീനിൻ്റെ കാര്യങ്ങളാണ്. വലിയ അക്കങ്ങളുള്ള ശമ്പളം നമുക്ക് നഷ്ടമാകുമെന്ന് തോന്നിയാൽ നമ്മുടെ വേഷവിധാനങ്ങൾ നമ്മൾ മാറ്റാൻ തയ്യാറാണ്, നമ്മുടെ രൂപത്തിൽ നമ്മൾ മാറ്റം വരുത്താൻ തയ്യാറാണ്, ഇസ്ലാമിക അധ്യാപനങ്ങൾ വലിച്ചെറിയാൻ പലപ്പോഴും നമ്മൾ തയ്യാറാകാറുണ്ട്. സഹാബി വര്യൻ എല്ലാ സുഖസൗകര്യങ്ങളും ഇസ്ലാമിന് വേണ്ടി ഉപേക്ഷിക്കുകയാണ്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ ദൗത്യവാഹകനായി മദീനയിലേക്ക് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തിൻ്റെ ഉത്തരവാദിത്വമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അതീവ വാചാലകനായിരുന്നു അദ്ദേഹം. നല്ല രൂപത്തിൽ സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട് വീടാന്തരം കയറിയിറങ്ങി അദ്ദേഹം പലരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അസ്അദ് ബിൻ സുറാറയുടെ കൂടെയായിരുന്നു മുസ്അബ് റളിയല്ലാഹു തആല അൻഹു താമസിച്ചിരുന്നത്. അങ്ങനെ ഓരോ വീടുകളിൽ കയറിയിറങ്ങി ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ്. അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബനുൽ അശ്ഹൽ ഗോത്രക്കാർ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ അത് വലിയ ലാഭം തന്നെയാണ്. അവരൊരുപാട് ആളുകളുണ്ട്, അവർ ഇസ്ലാം സ്വീകരിച്ച് കിട്ടുകയാണെങ്കിൽ അത് ഇസ്ലാമിന് വലിയൊരു നേട്ടം തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഉസൈദ് ബിൻ ഉമൈർ എന്ന വ്യക്തിയെ സമീപിച്ചു. അദ്ദേഹം ഇവരെ തടയാൻ വന്നതായിരുന്നു. നിങ്ങൾ മദീനയിൽ വന്ന് ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നുണ്ടെന്നുള്ള വിവരം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ബനുൽ അശ്ഹൽ ഗോത്രത്തിൻ്റെ നേതാവായിരുന്നു സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹും ഉസൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹും
അവർ രണ്ടുപേരും തീരുമാനിച്ചതായിരുന്നു ഈ പ്രബോധനം ഇവിടെ അവസാനിപ്പിക്കണമെന്ന്. അപ്പോഴാണ് മുസാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംസാരം കേട്ട് ഉസൈദ് ബിൻ ഉമൈർ ഇസ്ലാം സ്വീകരിക്കുന്നത്. സഅദ് റളിയല്ലാഹു അൻഹു തടയാൻ പറഞ്ഞയച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് തിരിച്ചു വരികയാണ്. മുസാബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് കേവലം പറഞ്ഞത് ഇസ്ലാമിനെ കുറിച്ചായിരുന്നു, തൗഹീദിനെ കുറിച്ചായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ശേഷം സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ പോവുകയും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോടും മുസ്അബ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം ദഅവത്ത് നടത്തുകയും ചെയ്തു. ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, തൗഹീദ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉദ്ദേശം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹും ഇസ്ലാം സ്വീകരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ചരിത്രം വളരെ പ്രസിദ്ധമാണ്. പലപ്പോഴും നമ്മൾ കേട്ടതായിരിക്കും. കേവലം 5-6 വർഷം മാത്രമേ അദ്ദേഹം മുസ്ലിമായിക്കൊണ്ട് ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു നൂറ്റാണ്ടിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത്ര നന്മകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് ആദ്യം തൻ്റെ ഗോത്രത്തിൽ പോയി എല്ലാവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. ആ ഗോത്രത്തിലുള്ള എല്ലാ വ്യക്തികളും ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഒരാളൊഴികെ മറ്റെല്ലാവരും ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. പിന്നീട് ഉഹദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ അദ്ദേഹവും ഇസ്ലാം സ്വീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രേഷ്ഠതകൾ എമ്പാടുമുണ്ട്. ഇഹ്തസ്സ അർശുർ റഹ്മാൻ ലിമൗത്തി സഅദ് ബിൻ മുആദ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തിൽ, ആ മരണം കാരണത്താൽ അള്ളാഹുവിൻ്റെ അർശ് പോലും പ്രകമ്പനം കൊണ്ടു എന്നാണ്. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു സഹാബി വര്യനാണ് സഅദ് ബിൻ മുആദ്. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹവും ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രബോധനമായിരുന്നു. ഇത്രയും ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായത് മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ധീരതയുള്ള പ്രബോധനമായിരുന്നു. കാര്യങ്ങൾ തുറന്നു പറയാൻ അദ്ദേഹം മടിച്ചിരുന്നില്ല. നമ്മളൊക്കെ പലപ്പോഴും ഇസ്ലാമിലേക്ക് ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കെന്താണ് പറയാനുള്ളത്? നമ്മൾ ആരെങ്കിലും ഒരാളെ ഇസ്ലാമിലേക്ക് വഴി കാട്ടിയിട്ടുണ്ടോ? പലപ്പോഴും പലരും പറയാറുള്ളത്, നമ്മളങ്ങനെ ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ സ്വഭാവം കണ്ട് ആളുകൾ മാറിക്കോളുമെന്ന്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ സ്വഭാവം അത്രമാത്രം നല്ല രൂപത്തിലാണെങ്കിൽ നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. സ്വഹാബിമാരപ്രകാരമായിരുന്നു. നമ്മൾ ഓരോരുത്തരും പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യണം. നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് തൗഹീദ് എന്താണെന്നും സുന്നത്ത് എന്താണെന്നും സലഫിയത്ത് എന്താണെന്നും നമ്മൾ പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യണം. മുസാബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അതിന് ധൈര്യം കാണിച്ചതുകൊണ്ടാണ് അദ്ദേഹം മൂലം ഒരുപാട് പേർ ഇസ്ലാം സ്വീകരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി നിർവഹിച്ചു എന്ന് പറയാം. മദീനയിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് അവിടെ അത്തരത്തിലൊരു ഇസ്ലാമിക അന്തരീക്ഷം ഉണ്ടാകാനുള്ളൊരു പ്രധാന കാരണം മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ അർത്ഥത്തിലും പ്രവാചകനെ സംരക്ഷിക്കാൻ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് ത്യാഗങ്ങൾ ഇസ്ലാമിന് വേണ്ടി നേരിട്ടിട്ടുണ്ട്. ശത്രുക്കളുടെ ആക്രമണങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ബദറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ പതാകവാഹകനായി നിയോഗിച്ചത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശ്രേഷ്ഠതയാണ്. യുദ്ധത്തിൻ്റെ വിഷയത്തിലും അതീവ ബുദ്ധികൂർമ്മതയുള്ള ആളായിരുന്നു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ബദറിൽ മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടായി. ശേഷം ഉഹദിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പതാക നൽകുന്നത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഉഹദിലെ സംഭവം നമ്മളൊന്ന് ആലോചിക്കണം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ വലയാൻ ശ്രമിച്ചപ്പോൾ, പ്രവാചകനെ ശത്രുക്കൾ വലയാൻ ശ്രമിച്ചപ്പോൾ മുസഅബ് റളിയല്ലാഹു അൻഹു മുന്നിട്ട് വരികയാണ്. എൻ്റെ പ്രവാചകനൊന്നും സംഭവിക്കരുത് എന്നുള്ളൊരു അങ്ങേയറ്റത്തെ ആഗ്രഹം. അദ്ദേഹം സ്വന്തം ജീവൻ പണയപ്പെടുത്തി മുമ്പിലേക്ക് ഓടി വരികയാണ്. ശത്രുക്കളുടെ ശ്രദ്ധയെല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിന്നും തിരിഞ്ഞ് മുസഅബ് റളിയല്ലാഹു അൻഹുവിലാകട്ടെ എന്നായിരുന്നു അദ്ദേഹം കരുതിയത്. എല്ലാവരും അദ്ദേഹത്തെ ശ്രദ്ധിക്കട്ടെ, പ്രവാചകനെ എല്ലാവരും വെറുതെ വിട്ട് എന്നെ ആക്രമിച്ചോളട്ടെ എന്നായിരുന്നു മുസഅബ് റളിയല്ലാഹു അൻഹു കരുതിയത്. അങ്ങനെ ഒരു വ്യക്തി ഉഹദിൻ്റെ രണാങ്കണത്തിൽ മുസഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വലത് കൈ വെട്ടുകയാണ്. ഇസ്ലാമിൻ്റെ പതാകയുമായി മുസഅബ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോവുകയാണ്. ഇസ്ലാമിൻ്റെ പതാകയേന്തി മുസഅബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ പതാക ഇടത് കൈയിലേക്ക് വെക്കുകയാണ്. വലത് കൈ വെട്ടിമുറിച്ച് മാറ്റിയപ്പോഴും മുസഅബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ പതാക നിലത്ത് വിട്ടിട്ടില്ല. മറിച്ച് തൻ്റെ ഇടത് കൈ കൊണ്ട് ഇസ്ലാമിൻ്റെ പതാക ഉയർത്തിപ്പിടിച്ച് യുദ്ധം ചെയ്യുകയാണ്. ഇടത് കൈയും ശത്രുക്കളെ വെട്ടിമാറ്റി ഇസ്ലാമിൻ്റെ പതാക അദ്ദേഹം നെഞ്ചോട് നെഞ്ച് ചേർത്ത് വെക്കുകയാണ്. ഇസ്ലാമിന് വേണ്ടി എന്ത് ത്യാഗവും, അവസാന ശ്വാസം വരെ ഇസ്ലാമിന് വേണ്ടി പോരാടാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അങ്ങനെ അവസാന വെട്ടേറ്റ് മുസഅബ് റളിയല്ലാഹു അൻഹു ഉഹദിൻ്റെ രണാങ്കണത്തിൽ ഷഹീദാവുകയാണ്. ഉഹദിൻ്റെ രക്തസാക്ഷികളെ നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിതുമ്പുകയാണ്. പ്രവാചകൻ്റെ കണ്ണുനീർ വാർന്നൊലിക്കുകയാണ്. പല സഹാബിമാരെയും തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല. അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിരൽ തുമ്പുകൾ കണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി ഇതെൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞത്. അത്രമാത്രം പ്രയാസങ്ങൾ മുസ്ലിം സൈന്യം ഉഹദിലെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഉഹദിലെ ആദ്യത്തെ ഷഹീദായിരുന്നു മുസഅബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് പാരായണം ചെയ്യുകയാണ്. മിനൽ മുഅ്മിനീന റിജാൽ സദഖൂ മാ അഹദുല്ലാഹ അലൈഹി. വിശ്വാസികളിൽ ചില ആളുകളുണ്ട്, സദഖൂ മാ അഹദുല്ലാഹ അലൈഹി, അല്ലാഹുവുമായി ഏറ്റുവാങ്ങിയ കരാറിൽ അവർ സത്യസന്ധത പുലർത്തിയവരാണ്. ഫമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യന്തദിർ. അവരുടെ ഊഴം വന്നെത്തിയ ആളുകളുണ്ട്, ആ ഊഴത്തിനായി കാത്തിരിക്കുന്നവരുമുണ്ട്. ആ ഊഴം വന്നെത്തിയ ആളുകളിൽ മഹാനായ മുസഅബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നു. മഹാനായ മുസഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് പൊതിയുന്ന സന്ദർഭത്തിൽ സഹാബിമാർ വിതുമ്പുകയാണ്. ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മുസഅബ് റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരും നോക്കിക്കണ്ടിരുന്നത് അത്ര വലിയൊരു ധനാഢ്യനായിട്ടാണ്. അങ്ങേയറ്റത്തെ വിലപിടിപ്പുള്ള സുഗന്ധവും വസ്ത്രങ്ങളുമൊക്കെ ആയിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. എന്നാൽ ഇസ്ലാം ആശ്ലേഷിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും ഛിന്ന ഭിന്നമായ മുടിയും എല്ലാം കണ്ട് സഹാബിമാർ വിതുമ്പുകയാണ്. ഒടുവിൽ അദ്ദേഹത്തെ കഫൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പക്കൽ ഒരു കീറക്കഷ്ണ തുണിയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് കാണുകയാണ്. സഹാബിമാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, പ്രവാചകരെ, ആകെ ഈ ഒരു തുണി മാത്രമേ ഉള്ളൂ, എന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഗുത്തു ബിഹാ റഅസഹ്, അതുകൊണ്ട് തല മൂടുക, എന്നിട്ട് കാലിൻ്റെ ഭാഗത്ത് ഇദ്ഖീർ പുല്ല് വെക്കുക. അങ്ങനെയാണ് മുസഅബ് റളിയല്ലാഹു തആല അൻഹു ഈ ദുനിയാവിൽ നിന്നും വിട പറഞ്ഞു പോകുന്നത്. ഇസ്ലാമിലെ ഒന്നാമത്തെ മുഹാജിറുകളിൽപ്പെട്ട ആളായിരുന്നു മുസഅബ് റളിയല്ലാഹു അൻഹു. ആദ്യം ഇസ്ലാം ആശ്ലേഷിച്ച ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, അമ്മാറിൻ്റെയും യാസിറിൻ്റെയും സുമയ്യയുടെയും ചരിത്രം അതൊക്കെ കണ്ണ് നിറയാതെ അല്ലാതെ നമുക്ക് പലപ്പോഴും വായിച്ചെടുക്കാൻ സാധിക്കുകയില്ല. അത്തരത്തിലുള്ള ആളുകൾ പോലും ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ പിൽക്കാലത്ത് മുസഅബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആലോചിച്ച് കരയുന്നുണ്ട്.
എന്താണ് സഹോദരങ്ങൾ അതിൻ്റെ കാരണം? കേവലം 15 വർഷം മാത്രമാണ് അദ്ദേഹം മുസ്ലിമായി ജീവിച്ചത്. ഇത്രമാത്രം സേവനങ്ങൾ മുസഅബ് റളിയല്ലാഹു അൻഹു നിർവഹിച്ചു. ഒന്നാമത്തെ ദൗത്യവാഹകനായിരുന്നു. ഉഹദിൽ ആദ്യം കഫം ചെയ്യപ്പെട്ടത് മുസഅബ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അതൊക്കെ അദ്ദേഹം പരലോകം ലക്ഷ്യം കണ്ട് ജീവിച്ചത് കാരണത്താലാണ്. എല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഗ്ദാനം നൽകിയ സ്വർഗത്തെ മുമ്പിൽ കണ്ടിട്ടാണ് അവർ പണിയെടുത്തത് എന്നുള്ളതാണ്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് അദ്ദേഹത്തോട് പറയാറുണ്ട്, ഇസ്ലാം ആശ്ലേഷിക്കുന്നതിന് മുമ്പ് ആദ്യകാലങ്ങളിൽ താങ്കൾ ഒരുപാട് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടല്ലോ, അതിൽ നിന്നും ഒരല്പം കഥകൾ നമുക്ക് പറഞ്ഞു തരുവിൻ, ഞങ്ങളൊന്ന് ഈമാൻ പുതുക്കിയെടുക്കട്ടെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അദ്ദേഹം തൻ്റെ ശരീരത്തിൽ നിന്നും തൻ്റെ വസ്ത്രമൊന്നൊരൽപ്പം നീക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരപ്പാടുകൾ കണ്ട്, അദ്ദേഹത്തിൻ്റെ പിറകിലുള്ള ശരീരപ്പാടുകൾ കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇതുമ്പുകയാണ്. അത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ച ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പോലും മുസഅബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത് കാണാം, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിലേർപ്പെട്ട ആളുകളാണ്. എന്നാൽ പിൽക്കാലത്ത് നമുക്ക് പലർക്കും ദുനിയാവിൽ നിന്ന് തന്നെ പല വിഭവങ്ങളും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങളിൽ ചില ആളുകൾക്ക് മുസ്ലിം ആയതിനു ശേഷവും സമൃദ്ധിയുള്ള കാലത്ത് വന്നെത്തിയിട്ടും ദുനിയാവിൽ നിന്നും ഒന്നും ലഭിക്കാതെ പോയ ആളുകളുണ്ട്. ഫമിൻഹും മൻ മളാ വലം യഅകുൽ മിൻ അജ്രിഹി ശൈആ, ദുനിയാവിൽ നിന്നുള്ള ഒരു വിഭവവും അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കാതെ പോയ ഒരുപാട് പേര് നമ്മിലുണ്ട്. മിൻഹും മുസ്അബ് ഇബ്നു ഉമൈർ, അവരിൽപ്പെട്ട ആളായിരുന്നു മുസ്അബ് റളിയല്ലാഹു തആല അൻഹു. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് സൗകര്യങ്ങളും ഭൗതികപരമായ ഒരുപാട് സംവിധാനങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിലും ഇസ്ലാം ആശ്ലേഷിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പക്കൽ ഒന്നുമില്ലായിരുന്നു. എല്ലാം ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം ഉപേക്ഷിച്ചു. മറ്റുള്ള സഹാബിമാർക്ക് പലപ്പോഴും പിന്നീട് പിൽക്കാലത്ത് നല്ലൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ വകാന ഖൈറൻ മിന്നി. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായി. ഇസ്ലാമിന് വേണ്ടി പോരാടി അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം എന്നേക്കാൾ ഉത്തമനാണ്. അദ്ദേഹത്തിന് ഒടുവിൽ കഫൻ ചെയ്യുമ്പോൾ ഒരു തുണിയല്ലാതെ അദ്ദേഹത്തിന് ഈ ദുനിയാവിൽ മറ്റൊന്നും അദ്ദേഹത്തിൻ്റെതായി ഇല്ലായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് പിൽക്കാലത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് അതാലോചിച്ച് അദ്ദേഹം പറയുകയാണ്, ലഖദ് ഖശീതു അൻ യകൂന ഖദ് അജ്ജലത് ലനാ തയ്യിബാതുനാ ഫീ ഹയാതിന ദുനിയാ. ദുനിയാവിലെ ജീവിതത്തിൽ നാളെ പരലോകത്ത് ലഭിക്കാനുള്ള നന്മകൾ നേരത്തെ ലഭിക്കുകയാണോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോവുകയാണ് എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഞങ്ങൾക്ക് ഒരുപാട് സുഖസൗകര്യങ്ങൾ അനുഭവിക്കാൻ സാധിച്ചു. മുസ്അബ് റളിയല്ലാഹു അൻഹു ഒന്നും അനുഭവിക്കാതെയാണ് ദുനിയാവിൽ നിന്നും വിട പറഞ്ഞത്. ഞങ്ങൾ ഭയപ്പെടുകയാണ്, ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണോ, പരലോകത്തേക്കുള്ള കാര്യങ്ങൾ അള്ളാഹു ദുനിയാവിൽ നിന്ന് നേരത്തെ നൽകുകയാണോ എന്ന്, ഞങ്ങളുടെ ഹസനാത്തുകൾക്കുള്ള പ്രതിഫലങ്ങൾ ദുനിയാവിൽ തന്നെ അള്ളാഹു നൽകുകയാണോ എന്ന് ഞാൻ ഭയപ്പെടുകയാണെന്ന്. സഹോദരങ്ങളെ, മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ അപ്രകാരം ഇസ്ലാമിന് വേണ്ടി എല്ലാം ത്യജിക്കാൻ പ്രാപ്തനാക്കിയത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു. ഒരു ഖബറിൻ്റെ അരികിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുന്നത് കണ്ട് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പ്രവാചകരോട് ചോദിക്കുകയാണ്, എന്തിനാണ് പ്രവാചകരെ കരയുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിൻ്റെ ഭയാനകത പറയുകയാണ്, ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു. എൻ്റെ സഹോദരങ്ങളെ, ഇത്തരത്തിലൊരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും തയ്യാറെടുക്കുവിനെന്ന്. ഈ ഖബറിൽ നിങ്ങൾ ഒറ്റക്കായിരിക്കും. നിങ്ങളുടെ കുടുംബങ്ങളോ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ ഇണകളോ ആരും ഇവിടെ ഉണ്ടാവുകയില്ല. നിങ്ങൾ ദുനിയാവിൽ ചെയ്ത സൽക്കർമ്മങ്ങളല്ലാതെ നിങ്ങൾക്കിവിടെ കൂട്ടാളിയായി മറ്റൊന്നും ഉണ്ടാകില്ല എന്ന് ആ ഒരു ചിന്ത അവർക്ക് അങ്ങേയറ്റമുണ്ടായിരുന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം അവർ സ്നേഹിച്ചിരുന്നു. നമ്മൾ പലപ്പോഴും പ്രവാചക സ്നേഹം നമ്മുടെ സംസാരങ്ങളിൽ ഒതുങ്ങുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് പ്രബോധനത്തിനായി പറഞ്ഞയക്കുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നീ തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷേ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല. മുആദ് യമനിൽ പ്രബോധനത്തിനായി പോയി തിരിച്ച് നീ മദീനയിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ നീ എൻ്റെ ഖബറിനരികിലൂടെ ആയിരിക്കാം നടക്കുന്നത് എന്ന്. നിനക്കൊരു പക്ഷേ എന്നെ കണ്ടുകൊള്ളാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. മുആദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. പ്രവാചകനില്ലാതെ ഇനി മദീനയിലേക്കോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇനി കാണാൻ സാധിക്കുകയില്ല എന്നോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റത്തെ വിഷമമായി. മദീനയിലേക്കൊന്ന് നോക്കിയിട്ട് മുആദ് റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുകയാണ്. ഇന്ന ഔലന്നാസി ബി അൽ മുത്തഖൂൻ, എന്നോട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നവർ മുത്തഖീങ്ങളായിരിക്കുമെന്നാണ്. നമ്മൾ ഈ നോമ്പിൻ്റെ ലക്ഷ്യവും ആ തഖ്വ നേടിയെടുക്കുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് മുആദ്, നീ വിഷമിക്കേണ്ടതില്ല. തഖ്വയുള്ളവനാണോ പരലോകത്ത് നിനക്ക് എൻ്റെ കൂടെ ഉണ്ടാകാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനിപ്പിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? നമുക്കൊക്കെ പല സുന്നത്തുകളും നമ്മൾ വിസ്മരിക്കാറില്ലേ? അത്താഴം കഴിക്കണം, അത് ഇസ്ലാം പഠിപ്പിച്ചൊരു സുന്നത്താണ്. നമ്മളെല്ലാവരും അത് ചെയ്യാറുണ്ട്, കാരണം അത് നമുക്കിഷ്ടമുള്ള കാര്യമാണ്. നോമ്പ് തുറക്കുമ്പോൾ ധൃതി കൂട്ടണം, ഇസ്ലാം പഠിപ്പിച്ചൊരു സുന്നത്താണ്. നമ്മളെല്ലാവരും അത് ചെയ്യാറുണ്ട്. അതൊന്നും പ്രയാസമുള്ള കാര്യങ്ങളല്ല. എന്നാൽ നമുക്ക് പ്രയാസമുണ്ടാകുന്ന കൽപ്പനകൾ നമ്മളത് ചെയ്യാൻ തയ്യാറാകാറുണ്ടോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം വിശന്ന് വലഞ്ഞ് മദീന പള്ളിയിൽ ബോധരഹിതനായ സന്ദർഭങ്ങളുണ്ട്. അപ്പോഴും ഒരല്പം പാല് ലഭിച്ചപ്പോൾ അത് മറ്റൊരാൾക്ക് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം അബൂ ഹുറൈറയ്ക്ക് അത്രമാത്രം വിശപ്പുണ്ട് എന്നും. പലപ്പോഴും വയറിൽ കല്ല് കെട്ടിയിട്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നിരുന്നത്. ഇതൊക്കെ പ്രവാചകൻ അറിയാം. എന്നാലും ഈ പാല് നിനക്കുള്ളതല്ല, അത് മറ്റൊരാൾക്ക് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ മനസ്സിൽ അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ടായിരുന്നു, എനിക്കൊരു മുറുക്ക് പാല് കുടിക്കണമെന്ന് അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിക്കണമല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം അത് കൊണ്ടു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അത്തരത്തിൽ പ്രവാചകൻ്റെ കൽപ്പനകൾ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ പറയുന്ന വേളയിൽ ഒരു വേള ഇജ്ലിസു എന്ന് പറഞ്ഞു, നിങ്ങൾ ഇരിക്കുവിൻ എന്ന് പറഞ്ഞു. പള്ളിയിലേക്ക് കയറുന്ന പള്ളിയുടെ പടിവാതിക്കൽ വെച്ച് അവിടെ തന്നെ ഒരു സഹാബി ഇരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന മിമ്പറിൽ നിന്ന് കേട്ട് പള്ളിയുടെ പുറത്ത് നിന്ന് ഇരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹാബിമാർ അവർ പ്രവാചകൻ്റെ കൽപ്പനകൾ അപ്രകാരം ശിരസാവൽക്കരിച്ചവരായിരുന്നു. അതിന് പിന്നീട് മറ്റൊരു കാര്യവും അവരാലോചിക്കാറില്ല. അതുകൊണ്ടാണ് മുസഅബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇത്രമാത്രം സുഖസൗകര്യങ്ങൾ ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം ത്യജിക്കാൻ തയ്യാറായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഇന്നക ലൻ തദഅ ശൈഅൻ ലില്ലാഹി അസ്സ വജൽ ഇല്ലാ ബദ്ദലക അല്ലാഹു ബിഹി മാ ഹുവ ഖൈറുൻ ലക മിൻ. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി എന്തൊരു കാര്യം ഉപേക്ഷിക്കുകയാണെങ്കിലും അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു നിങ്ങൾക്ക് പകരം നൽകുമെന്ന്. അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതെപ്പോഴും സ്വഹാബിമാരുടെ മനസ്സിലുണ്ടായിരുന്നു. ദുനിയാവിൽ എന്ത് ത്യജിക്കേണ്ടി വന്നാലും പരലോകത്ത് അള്ളാഹു അതിന് പകരം നൽകും. അള്ളാഹുവിന് വേണ്ടി ദുനിയാവിൽ എന്തെങ്കിലും ഒരു വിഭവം നമ്മൾ മാറ്റിവെച്ചാൽ നമുക്ക് ലഭിക്കുന്ന ചില പുഞ്ചിരികളായിരിക്കും, ചില ലൈക്കുകളായിരിക്കും. നമ്മളൊന്ന് ഇസ്ലാമിക കൽപ്പനകൾ മുറുകെ പിടിച്ച് ജീവിച്ചാൽ ചിലപ്പോൾ ചില ആളുകൾ അത്തരത്തിലൊന്ന് പുഞ്ചിരിച്ചു കൊള്ളണമെന്നില്ല, ചിലപ്പോൾ ചിലരൊക്കെ ഒന്ന് പരിഹസിച്ചു കൊള്ളാം. അപ്പോഴും ഇസ്ലാമിൻ്റെ കൽപ്പനയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ച കാര്യമാണ്.
ആ ഒരു ചിന്തയോടുകൂടി അത് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു പകരം നൽകും. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ പറയാൻ വല്ല ചരിത്രങ്ങളുമുണ്ടോ? 10, 20, 30, 40 വർഷം നമ്മൾ മുസ്ലിമായി ജീവിക്കുന്നു. ഇസ്ലാമിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ചെയ്തതായി നമുക്കെന്താണ് പറയാനുള്ളത്? മുസഅബ് റളിയല്ലാഹു അൻഹുവിന് തൻ്റെ ജീവിതം തന്നെ എടുത്തു കാണിക്കാനുണ്ട്. നമുക്കെന്ത് പറയാനുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ പോലും നമുക്ക് പലതും ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്നില്ല. നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്രയാസമാവുകയാണ്. താടി വളർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്രയാസമാവുകയാണ്. പലരും അതിനെ പുച്ഛിക്കുകയാണ്. ഇസ്ലാമിക മര്യാദകളെ, ഇസ്ലാമിക കൽപ്പനകളെ പലരും പുച്ഛിക്കുകയാണ്. സഹാബിമാരപ്രകാരമായിരുന്നില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞാലും അതവർ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. അതിൽ അവർക്ക് യാതൊരു വൈമനസ്യവുമില്ലായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണോ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തുമെന്ന് അവർ തീരുമാനിച്ചവരായിരുന്നു. നമുക്കെന്താണ് സഹോദരങ്ങളെ പറയാനുള്ളത്? ഒരുപാട് സ്വതക്കകൾ കൊടുത്തത് നമുക്ക് പറയാനുണ്ടോ? അനസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുക്കൽ ഒരു സഹാബി വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, ഖിയാമത്ത് നാൾ എപ്പോഴാണ്? ഖിയാമത്ത് നാൾ എപ്പോഴാണ്? അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, വമാ അഅദത ലഹ, ആ പരലോകത്തിന് വേണ്ടി, ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്താണ് തയ്യാറാക്കിയത്? ഖിയാമത്ത് നാൾ എന്നാണെന്ന് ചോദിക്കുന്നു, നീ എന്താണ് അതിനു വേണ്ടി തയ്യാറാക്കിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറയുകയാണ്, ഒരുപാട് നമസ്കാരം, ഒരുപാട് നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, ഒരുപാട് സ്വതക്കകൾ നൽകിയിട്ടുണ്ട് എന്നൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. പ്രവാചകർ, ഇതൊന്നും എൻ്റെ കയ്യിലില്ല. ഒരുപാട് രാത്രി നമസ്കരിച്ചത് പറയാനില്ല, ഒരുപാട് സ്വതക്കകൾ കൊടുത്തത് പറയാനില്ല, ഐഷ്ഠികമായ ഒരുപാട് നോമ്പനുഷ്ഠിച്ചത് എനിക്ക് പറയാനില്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂല, പക്ഷേ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും എനിക്ക് അങ്ങേയറ്റത്തെ ഇഷ്ടമാണ്. പ്രവാചകനെ എനിക്ക് അങ്ങേയറ്റത്തെ ഇഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ്, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് നീ പരലോകത്ത് അവരോടൊപ്പമായിരിക്കും. നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് പരലോകത്ത് നീ അവരുടെ കൂടെ ആയിരിക്കുമെന്ന്. അനസ് റളിയല്ലാഹു അൻഹു ഇത് കേട്ട് പ്രവാചകനോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, ഇതെല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോ? നമ്മൾ ആരെ ഇഷ്ടപ്പെടുന്നോ നാളെ പരലോകത്ത് നമ്മൾ അവരോടൊപ്പം ആയിരിക്കുമോ എന്ന്? അതെ എന്ന് പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇസ്ലാം ആശ്ലേഷിച്ചതിന് ശേഷം അത്രയും സന്തോഷിച്ചൊരു ദിവസം എനിക്കില്ല എന്ന്. ഞങ്ങൾ പലപ്പോഴും പ്രവാചകനെ ഇഷ്ടപ്പെടാറുണ്ട്, അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമ, അവരെ ഞങ്ങൾ ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷെ അവരെ പോലെ കർമ്മങ്ങളൊന്നും ചെയ്യാൻ നമുക്ക് സാധിക്കാറില്ല എന്ന്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെ ഇഷ്ടപ്പെടുന്നുവോ നാളെ പരലോകത്ത് അവരോടൊപ്പം ആയിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമായി. നാളെ നബിമാരുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ സ്വർഗത്തിലെത്താൻ എനിക്ക് സാധിക്കുമെന്ന് അദ്ദേഹം മോഹിക്കുകയാണ്. സഹോദരങ്ങളുടെ, അവരുടെ ഇഷ്ടം, പ്രവാചകനോടുള്ള സ്നേഹം ആത്മാർത്ഥമായിരുന്നു. നമ്മുടെ പ്രവാചക സ്നേഹം അപ്രകാരം ആത്മാർത്ഥമാണോ? പ്രവാചക സ്നേഹം നമ്മിൽ അത്രമാത്രം ആത്മാർത്ഥമായാണെങ്കിൽ പ്രവാചകൻ്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മുസഅബ് റളിയല്ലാഹു അൻഹു നമുക്ക് ആ മാതൃകയല്ലേ കാണിച്ചു നൽകിയത്? അതിനുവേണ്ടി എന്തും ത്യജിക്കാൻ അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു നൽകി. എല്ലാ സമ്പത്തും ഉപേക്ഷിച്ചു, ഒരുപാട് ത്യാഗങ്ങൾ അദ്ദേഹം സഹിച്ചു. ഇസ്ലാമിന് വേണ്ടി പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. നമുക്കെന്താണ് സഹോദരങ്ങളെ പറയാനുള്ളത്? എന്ത് പ്രയാസമാണ് മുസ്ലിം ആയതിൻ്റെ പേരിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്? നമുക്കൊക്കെ പലപ്പോഴും ജന്മനാ ലഭിച്ച ഒരു ഔദാര്യം, ഒരു അനുഗ്രഹമാണ്. പലരും ഇസ്ലാം അന്വേഷിച്ച് പല കുടുംബങ്ങളിൽ നിന്നും വീട് വിട്ടിറങ്ങേണ്ടി വന്ന്, എന്നിട്ടും ഇസ്സത്തോടുകൂടി ഇസ്ലാമിൻ്റെ കൽപ്പനകൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ
നമ്മളൊക്കെ പലപ്പോഴും ചിന്തിച്ചു പോകാറുള്ളത് ഇവർ പോകാനുള്ള അതേ സ്വർഗത്തിലേക്കാണല്ലോ നമ്മളും പോകാനുള്ളത്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒരുപാട് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ട്, യാ റസൂലല്ലാഹ് അലാ തസ്തൻസിറു ലനാ, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് അല്ലാഹുവിനോട് സഹായത്തിനായി ചോദിക്കുന്നില്ലേ എന്ന്. ഇത്രയും പ്രയാസങ്ങൾ മുസ്ലിമീങ്ങൾ അനുഭവിച്ചപ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ദുആ ചെയ്യുന്നില്ലേ എന്ന്, അള്ളാഹുവിനോട് സഹായത്തിന് വേണ്ടി ചോദിക്കുന്നില്ലേ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? മുൻകാല സമുദായക്കാർ ഒരു ഈർച്ചവാൾ കൊണ്ട് രണ്ടായി പിളർത്തിയ സംഭവങ്ങളുണ്ട്. ഇസ്ലാം ആശ്ലേഷിച്ചതിൻ്റെ പേരിൽ തലക്ക് മുകളിൽ ഈർച്ചവാൾ വെച്ച് രണ്ടായി ശരീരം പിളർത്തിയ ആളുകളുണ്ട്. വലാകിന്നക്കും തസ്തഅജിലൂൻ, നിങ്ങൾ തിരക്ക് കൂട്ടുകയാണെന്ന് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ അവസ്ഥയാണ്. ഈ സഹാബിമാർ ഇത്രമാത്രം കർമ്മങ്ങൾ ചെയ്യുകയാണ്, പരലോകത്തിനായി ഇത്രമാത്രം ത്യാഗങ്ങൾ അവർ അനുഭവിക്കുകയാണ്. എന്നിട്ടും അവർ ഭയപ്പെടുന്നത് പരലോകം നഷ്ടപ്പെട്ടു പോകുമോ എന്നാണ്. നമ്മളൊക്കെ പലപ്പോഴും ചെറിയ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വലിയ ആശ്വാസമാണ്. നമുക്കെന്തോ സ്വർഗം ആരോ വാഗ്ദാനം ചെയ്തതുപോലെയാണ് ചെറിയ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ ധിക്കരിക്കുമ്പോൾ പലതും ചെറുതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സാരവൽക്കരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏതെങ്കിലും ഒരു കൽപ്പന, പ്രിയമുള്ളവരെ, നമ്മളൊരു തീരുമാനമെടുക്കണം. ഈ റമദാനോടുകൂടി പ്രവാചകൻ്റെ കൽപ്പനകളെ ഞാൻ ധിക്കരിക്കുകയില്ല എന്നും. നമ്മൾ ഒരുപാട് ചെയ്തു കൂട്ടിയിട്ടുണ്ടാകും. ആ ചെയ്തു കൂട്ടിയത് അള്ളാഹു നമുക്ക് പുറത്തു നൽകും. ഈ റമദാനിലെ ദിനരാത്രങ്ങളിൽ നമ്മൾ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹു അതെല്ലാം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഇനിയുള്ള ജീവിതം അങ്ങനെ ആകരുത്. പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയുടെ ഒരു രംഗം പറയുന്നുണ്ട്, ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിൻ. പരലോകത്ത് അള്ളാഹുവുമായി ഒറ്റക്കുള്ള സന്ദർഭം. വിശ്വാസിയെ അള്ളാഹു അടുത്തേക്ക് വെക്കും. മറ്റുള്ളവരിൽ നിന്നും വിശ്വാസിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കും. വിശ്വാസിയുമായി അള്ളാഹു സംവദിക്കും, അതഅരിഫു ദംബ കദാ, ഇന്നാലിന്ന പാപം നീ ചെയ്തത് നീ ഓർക്കുന്നുണ്ടോ? ആരും അറിയാതെ നീ ചെയ്ത പാപങ്ങൾ ഓരോന്നോരോന്നായി അള്ളാഹു അവനോട് ചോദിക്കും, അതഅരിഫു ദംബ കദാ. അങ്ങനെ വിശ്വാസി വിചാരിക്കും, ഞാൻ നശിച്ചു പോകാൻ പോവുകയാണ്, എൻ്റെ ഓരോ പാപങ്ങളും അള്ളാഹു എൻ്റെ മുമ്പിൽ കാണിച്ചു തരികയാണ്. വിശ്വാസി എല്ലാം അംഗീകരിക്കും. ചെയ്തു പോയിട്ടുണ്ടെന്ന് വിശ്വാസി അംഗീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഞാൻ തുലഞ്ഞു പോകുമെന്ന് വിശ്വാസി വിചാരിക്കുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹു വിശ്വാസിയോട് പറയും, സതർതുഹ അലൈക ഫിദ്ദുനിയ, ദുനിയാവിൽ ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു, മാലോകർ കാണാതെ നീ ചെയ്തു കൂട്ടിയ തിന്മകളെല്ലാം ഞാൻ മറച്ചു വെച്ചു. വനഗ്ഫിറുഹാ ലകൽ യൗം, ഇന്നേ ദിവസം ഞാൻ നിനക്ക് നിന്റെ തിന്മകളെല്ലാം പുറത്തു നൽകാമെന്ന്. ദുനിയാവിൽ ആരും അറിയാതെ നീ ചെയ്ത തിന്മകൾ ഞാൻ നിനക്ക് മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെച്ചു. ഇന്ന് പരലോകത്ത് ഞാൻ അതെല്ലാം നിനക്ക് പുറത്തു നൽകാമെന്ന്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വാഗ്ദാനം അപ്രകാരമാണ്. എന്തൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ഒരിക്കലും എനിക്കൊന്നും ഇനി തിരിച്ചു നടക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു ചിന്ത നമ്മൾ മാറ്റണം. എത്രമാത്രം അധപ്പതിച്ച ആളുകളാണ് ഒരു വേള ഇസ്ലാം ആശ്ലേഷിക്കുമ്പോൾ, ദീനിലേക്ക് അടുക്കുമ്പോൾ ഇസ്ലാമിന് വേണ്ടി അവർ ചെയ്യുന്ന സേവനങ്ങൾ എത്രമാത്രം വലുതാണ്. അത് പലപ്പോഴും വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് പോലും സങ്കല്പിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. അത്തരത്തിൽ സഹാബിമാരുടെ ജീവിതം നമ്മൾ ആ രൂപത്തിൽ മാതൃകയാക്കേണ്ടതുണ്ട്. അവരുടെ ജീവിതത്തിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും നമ്മൾ അത്തരത്തിലുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഈ ചരിത്രങ്ങളിലൂടെ ഉണ്ടാകേണ്ടതുണ്ട്. സഹാബിമാരുടെ ചരിത്രം വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് വായിക്കേണ്ടതുണ്ട്. അപ്രകാരം നമുക്ക് നമ്മുടെ ഈമാൻ വർദ്ധിച്ചു കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല
അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. സഹാബിമാരുടെ ജീവിത ചരിത്രങ്ങൾ നെഞ്ചോട് നെഞ്ച് ചേർത്ത് വെച്ച് അതിൽ നിന്നുമുള്ള ഗുണപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അത്തരത്തിൽ കഴിഞ്ഞ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ അതെല്ലാം നിർത്തി പുതിയൊരു ജീവിതം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിസാരമായ ചെറിയൊരു കൽപ്പനയാണെങ്കിൽ പോലും അതും ജീവിതത്തിൽ ശിരസാവൽക്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇന്നാ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ അഇന്നാ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ അഇന്നാ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.